കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 3യിലെ ആദ്യത്തെ ഭാഗമായ സീ ഫീവർ എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യുവർ ക്ലാസ് റൂം അറ്റ് 2310. ആസ്പയർ ആൻഡ് എക്സ്പ്ലോർ, ഇതിൻ്റെ അർത്ഥം ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും. റോമിംഗ് പാർട്സ് അൺനോൺ, അഡ്വഞ്ചേഴ്സ് കോൾ വി ആൻസർ, വേൾഡ്സ് വണ്ടേഴ്സ് വി ഓൺ. ഹൈക്കു, ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് എഴുതിയ ആളുടെ പേരല്ല, ഇതൊരു വാക്കാണ്. ഇത് ജാപ്പനീസ് ഭാഷയിലൊരു വാക്കാണ്. സാധാരണയായിട്ട് ഈ 3 വരികളിലായിട്ട് കവിത എഴുതുന്ന ഒരു സമ്പ്രദായമുണ്ട് ജപ്പാൻ ഭാഷയിൽ. അങ്ങനെ എഴുതിയ കവിതകൾക്കാണ് ഈ ഹൈക്കു എന്ന് പറയാം. ഇവിടെ 3 വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. അറിയാത്ത വഴികളിലൂടെ അലഞ്ഞു തിരിയുക, ആദ്യത്തെ വരി. രണ്ടാമത്തേത് അഡ്വഞ്ചേഴ്സ്, കണ്ടോ അപ്പോസ്ട്രഫി എസ് ഉണ്ട് അവിടെ, അതുകൊണ്ട് സാഹസികതയുടെ വിളിക്ക് മറുപടി നൽകുക. പിന്നെ വേൾഡ്സ്, അവിടെയും അപ്പോസ്ട്രഫി എസ്, ലോകത്തിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് സ്വന്തം. ഇവിടെ നിങ്ങൾക്ക് 2 വ്യക്തികളുടെ ചിത്രം കാണാം. അതിലൊരു വ്യക്തിയാണ് എഡ്മണ്ട് ഹിലറി, അടുത്ത വ്യക്തി ടെൻസിംഗ് നോർഗെ. ഇവർ 2 പേരാണ് എവറസ്റ്റ് കൊടുമുടി ആദ്യമായിട്ട് കീഴടക്കിയത്. ഇനി ഇവർ 2 പേരും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് ഡയലോഗ്സ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ആ ഡയലോഗ്സ് നമ്മൾ വായിക്കാം. ദിസ് ഈസ് സ്റ്റീപ്പർ ദാൻ ഐ തോട്ട്. ടെൻസിംഗ് പറഞ്ഞു, ഇത് ഞാൻ കരുതിയതിലും കുത്തനെയുള്ളതാണല്ലോ. കീപ് മൂവിങ്, ദ സ്ലോപ്പ് ഈസ് ടഫ് ബട്ട് സോ വി ആർ. എഡ്മണ്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കൂ, നിൽക്കല്ല. ഈ സ്ലോപ്പ്, ഈ ചെരിവ് വളരെ ബുദ്ധിമുട്ടേറിയതാണ്, നമ്മളും അത്ര മോശക്കാരല്ലല്ലോ. ഓഫ് കോഴ്സ് വീൽ ഓവർകം ദിസ്, വീൽ പുഷ് ത്രൂ. ടെൻസിംഗ് പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ മറികടക്കും, നമ്മൾ മുന്നോട്ട് പോകും. ഇറ്റ്സ് ദ ഫൈനൽ സ്ട്രെച്ച്, വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ്. എഡ്മണ്ട് പറഞ്ഞു, ഇത് അവസാനത്തെ ആ ഒരു കുറച്ച് ദൂരമാണ്, നമ്മൾ എന്തായാലും ലക്ഷ്യത്തിൽ എത്തിച്ചേരും. എഡ്, സമ്മിറ്റ് ഇൻ സൈറ്റ്. അപ്പോൾ ടെൻസിംഗ് പറഞ്ഞു, എഡ്മണ്ട്, ആ സമ്മിറ്റ് നമുക്ക് കാണാം, ആ കൊടുമുടി നമുക്ക് കാണാം. ഹോൾഡ് ഓൺ ടെൻസിംഗ്, വി ആർ അബൌട്ട് ടു അച്ചീവ് ദ ഇംപോസിബിൾ. അപ്പോൾ എഡ്മണ്ട് പറഞ്ഞു, നീ പിടിച്ചു നിൽക്ക്, തളർന്നു പോകല്ല, നമ്മൾ ആ ഒരു പ്രയാസമേറിയ ഒരു കാര്യം നമ്മൾ നേടാൻ പോകുകയാണ്. വി ഡിഡ് ഇറ്റ് എഡ്, വി ആർ ഓൺ ടോപ്പ് ഓഫ് മൗണ്ട് എവറസ്റ്റ്. അപ്പോൾ ടെൻസിംഗ് പറഞ്ഞു, എഡ്മണ്ട്, നമ്മൾക്കത് സാധിച്ചു, നമ്മളത് ചെയ്തു, നമ്മളത് നേടി, നമ്മളിപ്പോൾ മൗണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ നിൽക്കുന്നു. വി മെയ്ഡ് ഹിസ്റ്ററി ടെൻസിംഗ്. അപ്പോൾ എഡ്മണ്ട് പറഞ്ഞു, നമ്മൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ടെൻസിംഗ്. ഡിഡ് യു റീഡ് ദ കോൺവെർസേഷൻ ഓഫ് ദ ഡിറ്റർമിൻഡ് ഡുവോ ആസ് ദേ മെയ്ഡ് ദ വേ ടു ദ സമിറ്റ്. കൊടുമുടിയിലേക്ക് പോകുന്ന വഴിയേ ഉള്ള 2 ദൃഢനിശ്ചയമുള്ള വ്യക്തികളുടെ സംഭാഷണം നിങ്ങൾ വായിച്ചല്ലോ. What is the role of teamwork and cooperation in remarkable human achievements as demonstrated by Sir Edmund Hillary and Tenzing Norgay? സർ എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗയും കാഴ്ചവെച്ച റിമാർക്കബിൾ ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, അതായത് ശ്രദ്ധേയമായ മനുഷ്യരുടെ നേട്ടം. അപ്പോൾ ഇവർ നേടിയതാണല്ലോ, ഇവരുടെ നേട്ടമാണല്ലോ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അപ്പോൾ ആ നേട്ടത്തിൽ ടീം വർക്കിനും കോഓപ്പറേഷനും, അതായത് തമ്മിലുള്ള സഹകരണത്തിനും ഒന്നിച്ചുള്ള ജോലി, ഒന്നിച്ചുള്ള പ്രവർത്തനത്തിനും എന്താണ് റോൾ, എന്താണ് ഇതിൽ ഗുണം കാണുന്നത്, എങ്ങനെയാണ് ഇത് ഗുണം കണ്ടത്. ദ സക്സസ്ഫുൾ അസെന്റ് ഓഫ് മൗണ്ട് എവറസ്റ്റ് ബൈ സർ എഡ്മണ്ട് ഹിലറി ആൻഡ് ടെൻസിംഗ് നോർഗെ മാർക്ക്ഡ് എ ഹിസ്റ്റോറിക് മൊമെന്റ് ഇൻ മൗണ്ടനിയറിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ. സർ എഡ്മണ്ട് ഹിലറിയും ടെൻസിംഗ് നോർഗയും ഈ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്, അതിൽ വിജയകരമായി അവർ നേട്ടം നേടിയത് മൗണ്ടനിയറിംഗ്, അതായത് മലകയറ്റത്തിൻ്റെ, എക്സ്പ്ലോറേഷൻ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പര്യവേഷണത്തിൻ്റെ ഹിസ്റ്റോറിക് മൊമെൻറ്റ്, ചരിത്രപരമായ നിമിഷമായിരുന്നു. ദ 2 ഗ്രേറ്റ് പയനിയേഴ്സ് ആർ എൻഡ്യൂറിംഗ് സിംബൽസ് ഓഫ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ് ഇൻ ദ ഫേസ് ഓഫ് എക്സ്ട്രീം ചാലഞ്ചസ്. ഫേസ് ഓഫ് എക്സ്ട്രീം ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ വെല്ലുവിളികളുടെ മുമ്പിൽ. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള വെല്ലുവിളികളുടെ മുമ്പിൽ മനുഷ്യരുടെ അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങളുടെ എൻഡ്യൂറിംഗ് സിംബിൾസ്, നിലനിൽക്കുന്ന പ്രതീകങ്ങളാണ് ഈ 2 പയനിയേഴ്സ്, ഈ 2 മഹാന്മാർ. ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ഫ്യൂ hours ഓഫ് ദ ascent on 29 May 1953,
The remarkable teamwork and mutual support helped Hillary and Tenzing achieve what was seemingly impossible. സീമിംഗ്ലി ഇമ്പോസിബിൾ, അതായത് സാധ്യമല്ല എന്ന് കാണപ്പെട്ട ആ ഒരു കാര്യം അത് ഇവർക്ക് സാധ്യമായത് എങ്ങനെയാണ്? ആ അവസാന മണിക്കൂറുകളിൽ ഇവർ തമ്മിലുണ്ടായ ആ ടീം വർക്കും മ്യൂച്വൽ സപ്പോർട്ടും ആ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും അന്യോന്യമുള്ള പിന്തുണയും കൊണ്ടാണ് ഇവർക്കത് സാധ്യമായത്. ഇത് സംഭവിച്ചത് 29 മെയ് 1953 ലെറ്റ്സ് റീഡ്, നമുക്ക് വായിക്കാം. എക്സ്പ്ലോറിംഗ് നേച്ചർ, വെദർ ബൈ ട്രെക്കിംഗ് ഇൻ ഫോറസ്റ്റ്സ്, ക്യാമ്പിംഗ് ഇൻ ദ വൈൽഡ്, scaling mountains or sailing the ocean can be a thrilling adventure. എക്സ്പ്ലോറിംഗ് നേച്ചർ എന്ന് പറയുന്നുണ്ട്, അതായത് പ്രകൃതിയെ കണ്ടറിയുക അല്ലെങ്കിൽ പര്യവേഷണം നടത്തുക. അതെങ്ങനെയാകാം? ബൈ ട്രെക്കിംഗ് ഇൻ ദ ഫോറസ്റ്റ്, അതായത് കാൽനടയായിട്ട് കാടുകളിലേക്ക് കയറിച്ചില്ല. ക്യാമ്പിംഗ് ഇൻ ദ വൈൽഡ്, കാട് പോലത്തെ സ്ഥലത്തൊക്കെ ക്യാമ്പ് ചെയ്യുക, തമ്പടിക്കുക. സ്കെയിലിംഗ് മൗണ്ടൻസ്, മല കയറുക, മൗണ്ടനിയറിംഗ്. സെയിലിംഗ് ദ ഓഷ്യൻസ് എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ കൂടെയുള്ള യാത്രകൾ. ക്യാൻ ബി എ ത്രില്ലിംഗ് അഡ്വഞ്ചർ എന്നാ പറയുന്നത്, അതായത് ആവേശകരവും സാഹസികത നിറഞ്ഞ യാത്രകളായിരിക്കും. എംബ്രേസിംഗ് ദ അൺനോൺ ആൻഡ് സ്റ്റേയിങ് ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ് മേക്ക് ദ ജേർണി ഓഫ് ലൈഫ് എക്സൈറ്റിംഗ് ആൻഡ് മീനിങ്ഫുൾ. ഡു യു എഗ്രി? എംബ്രേസിംഗ് ദ അൺനോൺ, അറിയാത്തതിനെ സ്വീകരിക്കുക. സ്റ്റേയിങ് ഓപ്പൺ ടു ന്യൂ പോസിബിലിറ്റീസ്, പുതിയ സാധ്യതകളെ സ്വീകരിക്കുക. അങ്ങനെയാണെങ്കിൽ ജേർണി ഓഫ് ലൈഫ്, അതായത് മേക്ക് ദ ജേർണി ഓഫ് ലൈഫ് എക്സൈറ്റിംഗ് ആൻഡ് മീനിങ്ഫുൾ, അതായത് നമ്മളുടെ ജീവിതയാത്രയെ ആവേശകരവും അർത്ഥപൂർണ്ണമാക്കും. ഇതിനോട് ഡു യു എഗ്രി എന്നാണ് ചോദിക്കുന്നത്. യെസ്, ഐ ഡു എഗ്രി, ഞാൻ യോജിക്കുന്നു. ഹിയർ ഈസ് എ പോയം വിച്ച് ഡിപിക്ട്സ് ദ സൈറ്റ്സ് ആൻഡ് സൗണ്ട് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ ശബ്ദത്തെയും കാഴ്ചകളെയും ചിത്രീകരിക്കുന്ന ഒരു പദ്യം നമുക്കിവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. സീ ഫീവർ, ഇതാണ് ഈ പദ്യത്തിൻ്റെ പേര്. ഇതിൻ്റെ അർത്ഥം കടലിനോടുള്ള തീവ്രമായ അല്ലെങ്കിൽ അമിതമായ ഇഷ്ടം എന്നാണ്. ഇത് എഴുതിയ കവിയുടെ പേര് ജോൺ മെസ്ഫീൽഡ്. ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് ജോൺ എഡ്വേർഡ് മെസ്ഫീൽഡ്. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ ലോൺലി സീ ആൻഡ് ദ സ്കൈ, ആൻഡ് ഓൾ ഐ ആസ്ക് ഇസ് എ ടോൾ ഷിപ്പ് ആൻഡ് എ സ്റ്റാർ ടു സ്റ്റിയർ ഹെർ ബൈ, ആൻഡ് ദ വീൽസ് കിക്ക് ആൻഡ് ദ വിൻഡ് സോങ് and the white sail shaking, and a grey mist on the sea's face, and a grey dawn breaking. ആദ്യത്തെ വരി നമുക്ക് നോക്കാം. I must go down to the sea again, to the lonely sea and the sky. എനിക്ക് വീണ്ടും കടലിലേക്ക് നിർബന്ധമായിട്ടും പോകണം. ഏകാന്തമായ കടൽ, ലോൺലി സീ, അവിടെ ഏകാന്തമായ ആകാശവും ഉണ്ട്. രണ്ടാമത്തെ വരി, and all I ask is a tall ship and a star to steer her by. ഞാൻ ആകെ ചോദിക്കുന്നത് ഒരു വലിയ കപ്പലും പിന്നെ ആ കപ്പലിനെ നിയന്ത്രിക്കാൻ ഒരു നക്ഷത്രവും. മൂന്നാമത്തെ വരി, അതിൽ പറയുന്നു ദ വീൽസ് കിക്ക് എന്നൊരു വാക്കുണ്ട്. ഈ വീൽസ് കിക്ക് എന്താണ്? വീൽ എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ ചക്രം, അതായത് കപ്പലിൻ്റെ സ്റ്റിയറിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ക്ഷീണം, അതാണ് വീൽസ് കിക്ക്. അത് അനുഭവിക്കാൻ കവിക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ദ വിൻസ് സോങ്, അതായത് കാറ്റടിക്കുമ്പോൾ ആ കാറ്റ് ആ പായകളിൽ തട്ടിയിട്ടുണ്ടാകുന്ന ഒരു ശബ്ദം, അത് അനുഭവിക്കാൻ ഇഷ്ടമാണ്. ദ വൈറ്റ് സെയിൽ ഷേക്കിംഗ്, പിന്നെ ഈ വൈറ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ വെള്ള ഈ പായകൾ, ഈ പായ കെട്ടിയിരിക്കുന്ന പായാണ്, അതിന് സെയിൽ എന്ന് പറയാം. ഇതിൽ കാറ്റ് തട്ടിയിട്ടുണ്ടാവുന്ന ഒരു ശബ്ദമുണ്ട്, അതും അനുഭവിക്കാൻ കവിക്ക് വലിയ ഇഷ്ടമാണ്. നാലാമത്തെ വരി, ആൻഡ് എ ഗ്രേ മിസ്റ്റ് ഓൺ ദ സീസ് ഫേസ്, അതായത് കടലിൻ്റെ ആ വെള്ളത്തിൻ്റെ നിരപ്പിൽ കാണപ്പെടുന്ന ഒരു ഗ്രേ നിറത്തിലുള്ള ചാര നിറത്തിലുള്ള മിസ്റ്റ്, മഞ്ഞ്, മൂടൽ മഞ്ഞ് പോലത്തെ ഒരു അവസ്ഥ, അത് കാണാൻ വലിയ രസമായിരിക്കും. അത് കാണാൻ കവിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൂടാതെ ആൻഡ് എ ഗ്രേ ഡോൺ ബ്രേക്കിംഗ്, ഡോൺ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ പുലർച്ചെ സമയം, സൂര്യൻ ഉദിച്ചു വരുന്ന സമയം. അപ്പോൾ ഈ ഗ്രേ മിസ്റ്റിലൂടെ കാണുന്ന ആ സൂര്യ ഉദയത്തിൻ്റെ ആ ഒരു ചന്തം, ആ ഒരു ഭംഗി, അതും ആസ്വദിക്കാൻ കവിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തെ സ്റ്റാൻസ, I must go down to the seas again, for the call of the running tide is a wild call and a clear call that may not be denied. And all I ask is a windy day with the white clouds flying, and the flung spray, and the blown spume, and the seagulls crying. ഇവിടെ രണ്ടാമത്തെ സ്റ്റാൻസിൽ ആദ്യത്തെ രണ്ട് വരി അത് നമുക്ക് നോക്കാം. ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, അതായത് ഞാൻ വീണ്ടും കടലിലേക്ക് എനിക്ക് പോയേ പറ്റൂ. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന കോൾ ഓഫ് ദ റണ്ണിങ് ടൈഡ് ഈസ് എ വൈൽഡ് കോൾ ആൻഡ് എ ക്ലിയർ കോൾ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ
കടലിലേക്ക് പോകാനുള്ള മനസ്സിലെ വളരെ ആഴമേറിയ ആഗ്രഹം, അതിയായ ആഗ്രഹം, ശക്തമായ ആ ഒരു ആഗ്രഹം, വാഞ്ച എന്ന് പറയുന്നത്, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുന്ന 2-3 വാക്കുകൾ റണ്ണിങ് ടൈഡ്, വൈൽഡ് കോൾ എന്നൊക്കെ പറയുന്നത്. അതായത് വളരെ ശക്തമായ ഒരു ആഗ്രഹം, ഇറസിസ്റ്റബിൾ എന്ന് വേണം ഇംഗ്ലീഷ് പറയാം. ഇറസിസ്റ്റബിൾ, ഒരു വിധത്തിൽ നമുക്ക് തടയാൻ പറ്റില്ല ആ ആഗ്രഹത്തെ. അത് വളരെ ക്ലിയർ ആണ്. അതാണ് ക്ലിയർ കോൾ എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. ആ ഒരു ആഗ്രഹം വളരെ ക്ലിയർ ആണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് മേ നോട്ട് ബി ഡിനൈഡ്, അത് നിഷേധിക്കാൻ പറ്റില്ല ആ വിളി. അടുത്ത 2 വരികളിൽ ഈ കവിയുടെ ചില ആഗ്രഹങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് എ വിൻഡി ഡേ, നല്ല കാറ്റുള്ളൊരു ദിവസമായിരിക്കണം. അടുത്തത് ദ വൈറ്റ് ക്ലൗഡ്സ് ഫ്ലൈങ്, ഈ കാറ്റുള്ള ദിവസമായതുകൊണ്ട് നല്ല ക്ലിയർ ദിവസമായിരിക്കും, മേഘങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവും. ആ മേഘങ്ങളൊക്കെ ഈ കാറ്റിൽ ഇങ്ങനെ ഒഴുകിപ്പോകണം. പിന്നെ പറയുന്നു ഫ്ലങ് സ്പ്രേ. ഈ ഫ്ലങ് സ്പ്രേ എന്ന് പറഞ്ഞാൽ തിരമാല അടിച്ചിട്ട് കടലിലെ വെള്ളം ഇങ്ങനെ സ്പ്രേ പോലെ തെറിക്കണം. പിന്നെ പറയുന്നു ബ്ലോൺ സ്പ്യൂം. സ്പ്യൂം എന്ന് പറഞ്ഞാൽ നൊര, ഈ വെള്ളം കടലിലെ തിര അടിക്കുമ്പോൾ ഉണ്ടാകുന്ന നൊര, ആ നൊര കാറ്റിൽ പറക്കണം. പിന്നെ ദ സീ ഗൾസ് ക്രൈങ്, കടൽ കാക്കകൾ, സീ ഗൾസ് എന്ന് പറഞ്ഞാൽ കടൽ കാക്കകളുടെ കരച്ചിൽ വേണം. 3ാമത്തെ സ്റ്റാൻസ, ഐ മസ്റ്റ് ഗോ ഡൗൺ ടു ദ സീസ് അഗെയിൻ, ടു ദ വേഗൻ ജിപ്സി ലൈഫ്, ടു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ, where the winds like a whetted knife, and all I ask in a merry yarn from a laughing fellow rover, and quite sleep and a sweet dream when the long trick's over. ഈ സ്റ്റാൻസയിൽ ആദ്യ 2 വരിയുടെ തുടക്കം സാധാരണ പറയുന്ന പോലെ തന്നെ മസ്റ്റ് ഗോ ടു ദ സീസ് അഗെയിൻ, എനിക്ക് വീണ്ടും കടലിലേക്ക് പോകണം. ടു ദ വേഗൻ ജിപ്സി ലൈഫ്. വേഗൻ ജിപ്സി ലൈഫ് എന്ന് പറഞ്ഞാൽ, ജിപ്സി എന്ന് പറഞ്ഞാൽ നാടോടികൾ, വേഗൻ എന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. അപ്പോൾ ഈ നാടോടികളെ പോലെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരു ജീവിതമാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. പിന്നെ പറയുന്നു ദ ഗൾസ് വേ ആൻഡ് ദ വെയിൽസ് വേ. ഗൾ എന്ന് പറഞ്ഞാൽ സീ ഗൾസ്, കടൽക്കാക്കകൾ. വെയിൽ എന്ന് പറഞ്ഞാൽ തിമിംഗലം. അപ്പോൾ തിമിംഗലത്തിൻ്റെ വഴിയും ഈ കടൽക്കാക്കകളുടെ വഴിയുമാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം. കാരണം ഈ 2 ജീവികളും കടലിൽ വളരെ വിശാലമായി യാത്ര ചെയ്യുന്ന, വളരെ ദൂരം യാത്ര ചെയ്യുന്ന 2 ജീവികളാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യണം ഇദ്ദേഹത്തിന്. പിന്നെ പറയുന്നു ദ വിൻസ് ലൈക്ക് എ വിറ്റഡ് നൈഫ്. വിറ്റഡ് നൈഫ് എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തി. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയോടാണ് ഈ കാറ്റിനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ശക്തിയേറിയ കാറ്റും ഉണ്ടാവണം. അടുത്ത 2 വരിയിൽ കവി ആവശ്യപ്പെടുന്നത് മെരി യാൺ ഫ്രം എ ലാഫിംഗ് ഫെലോ റോവർ. ഫെലോ റോവർ എന്ന് പറഞ്ഞാൽ കൂടെ യാത്ര ചെയ്യാൻ ഒരു വ്യക്തി. അതായത് ലാഫിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ, നല്ല പ്രസരിപ്പുള്ള, നല്ല പ്രചോദനം നൽകുന്നൊരു വ്യക്തി. മെരി, അതും സന്തോഷമാണ്. യാൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കഥ എന്നർത്ഥം. അപ്പം നല്ല സന്തോഷകരമായ കഥകൾ പറയുന്ന ഒരു കൂടെ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയെ വേണം. പിന്നെ പറയുന്നു ക്വൈറ്റ് സ്ലീപ്പ് സ്വീറ്റ് ഡ്രീംസ് വെൻ ദ ലോങ് ട്രിക്സ് ഓവർ. ഈ വെൻ ദ ലോങ് ട്രിക്സ് ഓവർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദീർഘമായ ഒരു യാത്ര കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണമുണ്ടാവും. ആ ക്ഷീണത്തോടു കൂടി നല്ല ഉറക്കവും, ആ ഉറങ്ങുന്ന സമയത്ത് നല്ല സ്വപ്നങ്ങളും കാണണം. ഓക്കെ സ്റ്റുഡൻസ്, സീ ഫീവർ എന്ന ഈ പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ യുവർ ക്ലാസ് റൂം at 2310.